ഹായ് എവരി വൺ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ വന്നത്. നമ്മുടെ സ്വിംഗ് ക്ലാസ്സിൽ, അതായത് നമ്മുടെ ജാൻസ് ക്രിയേഷൻ്റെ ആപ്പിനെ കുറിച്ചും ക്ലാസ്സുകളെ കുറിച്ചും ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ എൻക്വയറീസിൽ ഞാൻ അവരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ബേസിക്സ് അറിയാവോ എന്ന്. അപ്പോൾ പലരും പറയുന്ന സ്റ്റിച്ച് ചെയ്യാം, മെഷീനിൽ രണ്ട് തുണിയൊക്കെ തമ്മിൽ സ്റ്റിച്ച് ചെയ്യാറുണ്ട്, ഓൾട്ടർ ചെയ്യാറുണ്ട്, അതാണ് അവരുടെ ബേസിക്സ് എന്ന് പറയുന്നത്. പക്ഷെ അതല്ല ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തുണി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രെയിൻ ലൈൻസ് എങ്ങനെയാണ്, ആ ഗ്രെയിൻ ലൈൻസിന് അനുസരിച്ച് എങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യണം, ഓരോ പാറ്റേണിനനുസരിച്ച് ഏത് രീതിയിലാണ് ഫോൾഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മെഷർമെൻറ്റ്സിലാണേലും ഗിർത്ത് മെഷർമെൻറ്റ്സ് എന്താണ്, ഗിർത്ത് മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഏത് രീതിയിലാണ് ടേപ്പ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു ബേസിക്സുകൾ അറിയാൻ പാടില്ലാണ്ട് നിങ്ങൾ മറ്റുള്ള കോഴ്സുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ആ ഒരു ഫൈനൽ റിസൾട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫിനിഷിങ് കുറവ് വരും. അതായത് നമുക്ക് ആ ഒരു ബേസിക്സ് തറവല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഫിനിഷിങ് കിട്ടാണ്ട് വരുന്നത്. പലപ്പോഴും എല്ലാവരും പഠിക്കുക യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെയാണ്. അപ്പം നമ്മൾ ആ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മാത്രമേ കാണിക്കുന്നുള്ളൂ, പക്ഷെ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ നമുക്ക് പലർക്കും അറിയാൻ പറ്റാണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ, സ്റ്റിച്ചിങ് നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ബേസിക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബേസിക്സ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് സ്റ്റിച്ചിങ്ങിൽ ഒരു പകുതി ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആയി. പിന്നെ നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണോ അതിൻ്റെ കട്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റിച്ചിങ്ങിന് താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു ബേസിക്സ് സ്റ്റാർട്ട് ചെയ്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് സ്റ്റിച്ചിങ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.